മക്കളെ, നിങ്ങൾ മാത്സ് പഠിച്ചു തുടങ്ങിയ കാലം മുതൽ നിങ്ങൾ കേൾക്കുന്ന ഒരു കാര്യമാണ്, നിങ്ങൾക്ക് മാത്സിൻ്റെ മാർക്ക് കുറയുന്നതിൻ്റെ കാര്യം നിങ്ങൾക്ക് മാത്സിന് ബേസ് ഇല്ലാത്തതുകൊണ്ടാണ് അല്ലേ? നിങ്ങൾ മിക്കവരുടെ അടുത്ത് നിന്ന് കേട്ടിട്ടുള്ളതാണ്, മാത്സിന് ബേസ് ഇല്ലാത്തതുകൊണ്ടാണ് നിങ്ങളുടെ മാത്സിൻ്റെ മാർക്ക് കുറയുന്നത്. അപ്പോൾ നിങ്ങൾ ആലോചിക്കും, ഈ ബേസ് ഇത് എവിടെ നിന്ന് പഠിക്കും അല്ലേ? ഇത് കുറയാനുള്ള കാര്യം ബേസ് ഇല്ലാഞ്ഞിട്ടാണെന്ന് മനസ്സിലായി. പക്ഷേ അപ്പോൾ ബേസ് നമുക്ക് സെറ്റാക്കണ്ടേ? ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് അറിയണ്ടേ? ഇപ്പോൾ പഠിച്ചില്ലെങ്കിൽ പിന്നെ നമ്മൾ ഇനി എന്നായിരിക്കും പഠിക്കാൻ പോകുന്നത്? അപ്പോൾ നമ്മൾ ഇപ്പോഴേ പഠിച്ചു തുടങ്ങുവാണ്. വളരെ ചെറിയ ചെറിയ വീഡിയോകളായിട്ട് നമ്മൾ മാത്സിൻ്റെ ബേസിക് സീരീസ് സ്റ്റാർട്ട് ചെയ്യുവാണ്. അപ്പോൾ ഏറ്റവും ആദ്യം നമ്മൾ തുടങ്ങാൻ പോകുന്നത് മാത്സിലെ ഏറ്റവും സിമ്പിളായിട്ടുള്ള കാര്യങ്ങൾ എന്താണ്? നമ്മൾ ആദ്യം കണക്ക് പഠിച്ചു തുടങ്ങിയപ്പോൾ അല്ലെങ്കിൽ മാത്സ് പഠിച്ചു തുടങ്ങിയപ്പോൾ നമ്മൾ പഠിച്ച കാര്യം എന്തായിരുന്നു? നമ്മൾ 1, 2, 3, 4 പഠിച്ചു അല്ലേ? അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ എന്താ പഠിച്ചത്? അത് കൂട്ടാൻ പഠിച്ചു, കുറയ്ക്കാൻ പഠിച്ചു, ഗുണിക്കാൻ പഠിച്ചു, ഹരിക്കാൻ പഠിച്ചു. ഇതാണ് നമ്മളും പഠിക്കാൻ പോകുന്നത്. ഇന്ന് നമ്മൾ കൂട്ടാനും കുറയ്ക്കാനുമാണ് പഠിക്കാൻ പോകുന്നത്. നിങ്ങൾക്ക് അറിയാവുന്നതാണ്, പക്ഷേ കുറച്ച് പേർക്കൊക്കെ ചെറിയ ചെറിയ സംശയങ്ങളുള്ളൊരു ഭാഗമാണ്. അതാണ് പറയാൻ പോകുന്നത്. ശ്രദ്ധിച്ചോളാം. നിങ്ങൾക്കറിയാം, ഇപ്പം 4ഉം 3ഉം കൂടി കൂട്ടിയാൽ എത്രയാണെന്ന് നിങ്ങൾക്കറിയാം. 4ഉം 3ഉം കൂടി കൂട്ടിയാൽ എത്രയാണ്? 7 ആണെന്ന് നിങ്ങൾക്കറിയാം അല്ലേ? ഇനി 4ൽ നിന്ന് 3 കുറച്ചാൽ നിങ്ങൾക്ക് എത്രയാണെന്നറിയാം. എത്രയാണ്? 1 ആണെന്നറിയാം. നമുക്ക് ചിലർക്കെങ്കിലും സംശയം വരുന്നത് -4 -3 എത്രയാണെന്നുള്ളതിലായിരിക്കും, അല്ലെങ്കിൽ -4 + 3 എത്രയാണെന്നുള്ളതിലായിരിക്കും, അല്ലെങ്കിൽ 3 - 4 എത്രയാണെന്നുള്ളതിലായിരിക്കും, അല്ലെങ്കിൽ -3 + 4 എത്രയാണെന്നുള്ളതിലായിരിക്കും. അതായത് കുറേ മൈനസ് ഒക്കെ ഇതിൻ്റെ ഇടക്കാട്ട് കയറി വന്നു കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് പ്രശ്നമാണ് അല്ലേ? അപ്പോൾ അതാണ് പറയാൻ പോകുന്നത്. വളരെ സിമ്പിളായിട്ട് നമുക്ക് പറഞ്ഞു തരാം. ദേ ശ്രദ്ധിച്ചോളണം. ഞാൻ ആദ്യം ഇതിൻ്റെ നടുക്കൊരു വര വരയ്ക്കാം. അല്ല, അതിന് മുമ്പ് വളരെ സിമ്പിളായിട്ട് വേറൊരു കാര്യം പറഞ്ഞു തരാം. ഒരു നമ്പർ എഴുതി കഴിഞ്ഞാൽ, ഇപ്പോൾ ഇവിടെ നോക്കിയേ, -4 + 5. ഇവിടെ ഞാൻ 2 നമ്പറുകൾ എഴുതി. ഒരു നമ്പർ എഴുതി കഴിഞ്ഞാൽ ആ നമ്പറിൻ്റെ സൈൻ അല്ലെങ്കിൽ ചിഹ്നം എന്താണ്? ആ നമ്പറിൻ്റെ സൈൻ അല്ലെങ്കിൽ ചിഹ്നം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എന്താണ്? സൈൻ അല്ലെങ്കിൽ ചിഹ്നം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എന്താണ് സൈൻ, എന്താണ് ചിഹ്നം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു നമ്പറിൻ്റെ സൈൻ അറിയാൻ വേണ്ടി, ഇപ്പോൾ 8 എന്ന് പറഞ്ഞൊരു നമ്പർ എഴുതി. ഈ നമ്പറിൻ്റെ സൈൻ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അതിന് ഉറപ്പായിട്ടും സൈൻ ഉണ്ട്. ആ സൈൻ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ നേരെ പുറകോട്ട് നോക്കിയാൽ മതി. അതിൻ്റെ പുറകിൽ ഒന്നും എഴുതിയിട്ടില്ലെങ്കിൽ പ്ലസ് ആയിരിക്കും സൈൻ. ഇപ്പോൾ -7, ഈ നമ്പറിൻ്റെ സൈൻ എന്താണ്? നേരെ പുറകോട്ട് നോക്കിയാൽ മതി, പുറകിൽ മൈനസാണ്, അപ്പോൾ 7ൻ്റെ സൈൻ മൈനസാണ്. അപ്പോൾ ഒരു നമ്പറിൻ്റെ പുറകിൽ കിടക്കുന്നതായിരിക്കും അതിൻ്റെ സൈൻ. ഇവിടെ 5ൻ്റെ സൈൻ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, 5ൻ്റെ സൈൻ നേരെ പുറകിൽ കിടക്കുന്ന പ്ലസ് ആണ്. ഈ പ്ലസ് 4ൻ്റെ അല്ല, ആരുടെയാണ്? 5ൻ്റെ ചിഹ്നം, 5ൻ്റെ സൈനാണ്. ഇനി 4ൻ്റെ ചിഹ്നം, 4ൻ്റെ സൈൻ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 4ൻ്റെ നേരെ പുറകോട്ട് നോക്കിയാൽ മതി. കേട്ടല്ലോ? -3 -8. ഇവിടെ 8ൻ്റെ ചിഹ്നം, 8ൻ്റെ സൈൻ എന്താണ്? മൈനസ്. ഏത് മൈനസ്? ഈ മൈനസ്. കേട്ടല്ലോ? ഈ മൈനസ് ഈ 3ഉമായിട്ട് ഒരു ബന്ധവും ഇല്ല. ഓക്കെ അല്ലേ? ഈ 3ൻ്റെ ചിഹ്നം ഏതാണ്? ഈ പുറകിൽ കിടക്കുന്ന ഈ മൈനസ്. അപ്പോൾ ചിലർക്ക് സംശയം വരും. ഇവിടെ നോക്കിയേ, 3 - 8. ഇവിടുത്തെ ഒന്ന് പറഞ്ഞേ, ഈ 8ൻ്റെ ചിഹ്നം പുറകിൽ കിടക്കുന്ന ഈ മൈനസ് ആണ്. അപ്പോൾ 3ൻ്റെ ചിഹ്നം, 3ൻ്റെ ചിഹ്നം അതിൻ്റെ തൊട്ട് പുറകിൽ നോക്കുക. ഞാൻ പറഞ്ഞു, തൊട്ട് പുറകിൽ ഒന്നുമില്ലെങ്കിൽ അവിടെ പ്ലസ് ഉണ്ടെന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ അവിടുത്തെ ചിഹ്നം എന്താണ്? സൈൻ എന്താണ്? പ്ലസ്. ഇതൊക്കെ ആയല്ലോ. ഒരു നമ്പറിൻ്റെ തൊട്ട് പുറകിലുള്ളതായിരിക്കും അതിൻ്റെ ചിഹ്നം അല്ലെങ്കിൽ അതിൻ്റെ സൈൻ. ഓക്കെ, ഇനിയാണ് നമ്മൾ തുടങ്ങാൻ പോകുന്നത്. നമുക്ക് ആകെ 2 കാര്യങ്ങൾ മാത്രമേ നമുക്ക് കൂട്ടുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യമുള്ളൂ. നിങ്ങളൊരു നമ്പറുകൾ കൂട്ടുകയാണ് അല്ലെങ്കിൽ കുറയ്ക്കുകയാണ്, അവിടെ 2 കാര്യങ്ങൾ മാത്രം ശ്രദ്ധിക്കുക. അതിൻ്റെ അകത്ത് ഏറ്റവും സിമ്പിളായിട്ടുള്ള കാര്യം ഇതാണ്. നോക്കിയടാ, -3 -2. നോക്ക്, 2 കാര്യങ്ങൾ. ആദ്യത്തെ കാര്യം ഇത് പറയാം. 2 നമ്പറുകളുണ്ട്. ആ 2 നമ്പറുകളുടെയും ചിഹ്നം തുല്യമാണെങ്കിൽ, ചിഹ്നം സെയിം ആണെങ്കിൽ, സൈൻ സെയിം ആണോ നോക്കുക. നോക്കിയേ, 2ൻ്റെ സൈൻ മൈനസാണ്, 3ൻ്റെ സൈനും മൈനസാണ്. രണ്ടും സെയിം ആണ്. രണ്ടും സെയിം ആണെങ്കിൽ നിങ്ങൾ ഒന്നും നോക്കണ്ട, ആ 3ഉം 2ഉം കൂടി കൂട്ടി 5 എഴുതുക. എന്താണ്? സെയിം ആണെങ്കിൽ കൂട്ടി 5 എഴുതുക. ഇവിടെ കാണുന്ന മൈനസ് അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. ഇത്രേ ഉള്ളൂ. നോക്കിയേ, -8 -5 എത്ര വരൂടാ? രണ്ടും ഒരേ ചിഹ്നം അല്ലേ? രണ്ടും ഒരേ ചിഹ്നം അല്ലെങ്കിൽ ഒരേ സൈൻ. ഒരേ സൈൻ വന്നാൽ കൂട്ടുക. കേട്ടല്ലോ? ഒരേ സൈൻ വന്നാൽ എന്ത് ചെയ്യണം? കൂട്ടണം. നോക്ക്, 8ഉം 5ഉം കൂടി കൂട്ടി നമ്മൾ 13 എഴുതി. ഈ മൈനസ് അതുപോലെ തന്നെ അവിടെ ഇട്ട് കൊടുത്തു. അവിടെ രണ്ടും മൈനസ് അല്ലേ കാണുന്നത്? ആ മൈനസ് എടുത്ത് അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. ദേ വേറൊരെണ്ണം നോക്കടാ, -7 -4. ആൻസർ എത്ര വരും? രണ്ടും മൈനസ് ആണ്, കൂട്ടി 11 എഴുതുക. മൈനസ് വന്ന കാരണം മൈനസ് അവിടെ ഇട്ട് കൊടുക്കുക. സിമ്പിൾ. ഒരെണ്ണം കൂടി പറയണം. അതേ നോക്ക്, -5 -4. ആൻസർ എത്ര വരും? വളരെ സിമ്പിൾ. നോക്ക്, രണ്ടും മൈനസ് ആണ്, രണ്ടും ഒരേ ചിഹ്നമാണ്, രണ്ടും സെയിം ചിഹ്നമാണ്. രണ്ടും കൂടി കൂട്ടി എഴുതുക. 5ഉം 4ഉം കൂടി കൂട്ടി 9. ഇവിടെ കാണുന്ന ചിഹ്നം അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. സിമ്പിൾ പരിപാടി.
ഓക്കെ അല്ലേ? ഇനി വരുന്ന കണ്ടീഷൻ ഇത് സെയിം അല്ലാതെ വരും. ഇവിടെ നോക്ക്, -3 + 2. ഇവിടെ നോക്കടാ, ഇത് സെയിം അല്ല അല്ലേ? സെയിം അല്ല എന്ന് പറഞ്ഞാൽ എന്താണ്? ഡിഫറൻ്റ് ആണ്, വേറെ ചിഹ്നമാണ്. അപ്പോൾ വേറെ ചിഹ്നമാണെങ്കിൽ, ഡിഫറൻ്റ് ആണെങ്കിൽ ഒരിക്കലും കൂട്ടരുത്. ഡിഫറൻ്റ് ആണെങ്കിൽ എന്ത് ചെയ്യണം? കുറയ്ക്കണം. അത് ഓർത്തോളാം കേട്ടോ. ഡിഫറൻ്റ് ആണെങ്കിൽ കുറയ്ക്കണം. അല്ലെങ്കിൽ ഓർത്തിരിക്കേണ്ട കാര്യം, ഡിഫറൻ്റ് ആണെങ്കിൽ ഡിഫറൻസ് എടുക്കണം. എന്താണ്? ഡിഫറൻ്റ് ആണെങ്കിൽ ഡിഫറൻസ്, ഡിഫറൻസ്, ഇത്രേ ഉള്ളൂ. നോക്കിയേ, ഡിഫറൻ്റ് ആണെങ്കിൽ ഡിഫറൻസ് എടുക്കുക. നോക്ക്, 2ന്റെ ചിഹ്നം പ്ലസ്, 3ന്റെ ചിഹ്നം മൈനസ്, ഒരെണ്ണം പ്ലസ് ഒരെണ്ണം മൈനസും ആണ്. ഇവിടെയൊക്കെ സെയിം ആയിരുന്നു, അതുകൊണ്ടാണ് കൂട്ടി എഴുതിയത്. അപ്പോൾ ഒരെണ്ണം പ്ലസും ഒരെണ്ണം മൈനസും വന്നു കഴിഞ്ഞാൽ കുറയ്ക്കണം. എങ്ങനെ കുറയ്ക്കണത്? അവിടുത്തെ വലിയ നമ്പറിൽ നിന്ന് ചെറിയ നമ്പർ അങ്ങോട്ട് കുറച്ചോ. 3ൽ നിന്ന് 2 കുറച്ചപ്പോൾ 1 കിട്ടി. ഇനി അതിന് ചിഹ്നം കൊടുക്കണം. ഇവിടുത്തെ ചിഹ്നം എങ്ങനെയാണ് കൊടുത്തത്? അത് തന്നെ എടുത്ത് അങ്ങോട്ട് ഇട്ടു. പക്ഷെ ഇവിടെ 2 പേരുണ്ട്. 2 പേരുള്ളപ്പോൾ വലിയ ആളാരാണോ അയാളുടെ ചിഹ്നം അങ്ങോട്ട് ഇട്ട് കൊടുക്കത്തുള്ളൂ. അപ്പോൾ വലിയ ആളാരാ? ഇവിടെ 3 അല്ലേ വലിയ ആള്. 3ന്റെ ചിഹ്നം എന്താടാ? മൈനസ്. ആ മൈനസ് അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. സംശയമുള്ളവർ ഒന്നുകൂടി നോക്കിക്കടാ. -5 + 2 ആൻസർ എങ്ങനെ വരും? വേറെ ചിഹ്നം, ഡിഫറൻറ്റ് സൈൻ. അപ്പോൾ ഡിഫറൻസ് എടുക്കണം. 5ൽ നിന്ന് 2 കുറച്ച് 3. ചിഹ്നം എന്തിങ്ങനെ കൊടുക്കും? ഇതേ നോക്ക്, ഇവിടുത്തെ വലിയ നമ്പർ ഏതാണെന്ന് നോക്കണം. വലിയ നമ്പർ 5 ആണ്. 5ന്റെ ചിഹ്നം മൈനസ്. സിമ്പിൾ. നോക്ക്, -3 + 8 ആൻസർ എന്ത് വരും? ഡിഫറൻറ്റ് സൈൻ. ഡിഫറൻസ് എടുക്കണം. 8ൽ നിന്ന് 3 കുറച്ച് ഞാൻ 5 എഴുതി. 5ന് ചിഹ്നം കൊടുക്കണം. വലിയ നമ്പർ ഏതാടാ? 8. 8ന്റെ ചിഹ്നം എന്താടാ? പ്ലസ്. ഇത്രേ ഉള്ളൂ. ഒരെണ്ണം കൂടി നോക്കാം. നോക്കിയേ, 3 - 10 ഇങ്ങനെ തന്നാൽ എന്ത് ചെയ്യും? ഇവിടെ ഡിഫറൻറ്റ് സൈൻ ആണോ? എടാ നിങ്ങൾ നോക്ക്, 10ന്റെ ചിഹ്നം മൈനസ്, 3ന്റെ ചിഹ്നം ഒന്നും എഴുതിയിട്ടില്ലെങ്കിൽ നമ്മൾ പറഞ്ഞു അവിടെ ഒരു പ്ലസ് ഉണ്ട്. ഇപ്പോഴും ഡിഫറൻറ്റ് സൈൻ തന്നെയല്ലേ? വേറെ ചിഹ്നം തന്നെയല്ലേ? അപ്പോൾ വലുതിൽ നിന്ന് ചെറുത് കുറയ്ക്കുക. 10ൽ നിന്ന് 3 കുറച്ചപ്പോൾ 7 കിട്ടി. വലിയ നമ്പർ ഏതാടാ? 10. അപ്പോൾ 10ന്റെ ചിഹ്നം ഇട്ട് കൊടുക്കുക. 10ന്റെ ചിഹ്നം മൈനസ്. അപ്പോൾ 2 കാര്യങ്ങളെ നമ്മൾ പഠിച്ചിട്ടുള്ളൂ. -5 - 3 രണ്ടും ഒരേ ചിഹ്നം വന്നാൽ രണ്ടും കൂടി കൂട്ടുക. ആ ചിഹ്നം തന്നെ അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. രണ്ടും വേറെ ചിഹ്നം വന്നാൽ എന്ത് ചെയ്യണം? വലുതിൽ നിന്ന് ചെറുത് കുറയ്ക്കുക. അപ്പോൾ 3 എഴുതി. എന്നിട്ട് വലിയ നമ്പറിൻ്റെ ചിഹ്നം അവിടെ ഇട്ട് കൊടുക്കുക. ഈ കാര്യം മാത്രം പഠിച്ചാൽ ഏത് ക്വസ്റ്റ്യനും ചെയ്യാം, കൂട്ടാനും കുറയ്ക്കാനും ഉള്ള. നോക്ക്, നമുക്കൊരു ആൻസർ പറഞ്ഞു നോക്കാം. -7 + 3 വേറെ ചിഹ്നം അല്ലേ? അപ്പോൾ വലുതിൽ നിന്ന് ചെറുത് കുറയ്ക്കണം, വലുതിൻ്റെ ചിഹ്നം ഇട്ട് കൊടുക്കണം. 7ൽ നിന്ന് 3 കുറയ്ക്കുമ്പോൾ 4, വലിയ ചിഹ്നം 7, 7ന്റെ സൈൻ മൈനസ്. നോക്ക്, വേറെ ചിഹ്നം. 3ൽ നിന്ന് 3 കുറച്ചു 0. 0ത്തിന് ഒരിക്കലും നമ്മൾ സൈൻ ഇടണ്ട, അല്ലെങ്കിൽ രണ്ടും ഒരേ സാധനമാണ്, അപ്പോൾ സൈൻ ഇടണ്ട. കേട്ടല്ലോ? 3ൽ നിന്ന് 3 കുറച്ചപ്പോൾ 0 വന്നു. വേറെ ചിഹ്നമായതുകൊണ്ടാണ് കേട്ടോ. അടുത്തത് 8ഉം 3ഉം. 8ന്റെ സൈൻ മൈനസ്, 3ന്റെ സൈൻ ഒന്നും എഴുതിയിട്ടില്ല, അതുകൊണ്ട് പ്ലസ്. ഡിഫറൻറ്റ് സൈൻ തന്നെ, ഡിഫറൻസ് എടുക്കണം. 8ൽ നിന്ന് 3 കുറച്ചപ്പോൾ 5. 8ൽ നിന്ന് 3 കുറച്ചപ്പോൾ 5. ഇനി 8ന്റെ സൈൻ എന്താണ്? വലിയ നമ്പർ 8 ആണ്. 8ന്റെ സൈൻ മൈനസ് ആണ്, മൈനസ് ഇട്ട് കൊടുത്തു. ഇനി ഇവിടെ നോക്ക്, രണ്ടും ഒരേ ചിഹ്നമാണെങ്കിൽ കൂട്ടണം. 3ഉം 2ഉം കൂടി കൂട്ടി 5 എഴുതി, മൈനസ് അതുപോലെ തന്നെ ഇട്ടു. 8ഉം 6ഉം കൂടി കൂട്ടി 14 എഴുതി. കാര്യം എന്താ? ഒരേ ചിഹ്നം. ആ ചിഹ്നം അവിടെ ഇട്ട് കൊടുക്കുക, മൈനസ്. രണ്ടും ഒരേ ചിഹ്നം, 3ഉം 3ഉം കൂടി കൂട്ടി 6 എഴുതി, ആ മൈനസ് അവിടെ ഇട്ട് കൊടുത്തു. സിമ്പിൾ. അപ്പോൾ നിങ്ങൾക്ക് വേണ്ടി 2 ചോദ്യങ്ങൾ ഞാൻ ഹോംവർക്ക് തരുവാണ്. -4 + 7 ഇതിൻ്റെ ആൻസർ ഒന്ന് കമൻറ്റ് ചെയ്തേടാ. -3 -8 ഇതിൻ്റെ രണ്ടിൻ്റെയും ആൻസർ ഒന്ന് കമൻറ്റ് ചെയ്തടാ. വളരെ ഇമ്പോർട്ടൻ്റ്. ഇനി നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള വേറൊരു കാര്യം കൂടി, ഇതുമായി ബന്ധപ്പെട്ട വർക്ക്ഷീറ്റുകൾ നിങ്ങൾക്ക് വേണമെങ്കിൽ, ഇതുമായി ബന്ധപ്പെട്ട് ഇങ്ങനെ ബേസിക് കാര്യങ്ങൾ പഠിക്കാനുള്ള വർക്ക്ഷീറ്റുകളും ചെറിയ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയണമെങ്കിൽ ഇത് നമ്മൾ താഴെ ഒരു വാട്സപ്പ് കമ്മ്യൂണിറ്റിയുടെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അതിൽ ജോയിൻ ചെയ്യുക. എല്ലാവർക്കും നമുക്ക് ബേസിക് പഠിച്ച് സെറ്റാവാം. വാ.